അപ്പോൾ അയ്യപ്പൻ എന്തായാലും എന്നും കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡയറ്റി തന്നെ ആയിരിക്കും എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനിയിപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പ് കൂടി അത്തരത്തിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ അത് വ്യത്യസ്തമായ ഒരു വഴിത്താര വെട്ടി തുറക്കില്ലേ? BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് കേരളത്തിൽ കൂടുതൽ നിലയുറപ്പിക്കാനുള്ള സാധ്യത ഒരുക്കില്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വൈകാരികമായ സംഭവങ്ങളാണ് BJP പോലുള്ള ശക്തികൾക്ക് എപ്പോഴും കരുത്ത് പകരുന്നത്, അവർക്ക് ഊർജ്ജം നൽകുന്നത്. അതിന് യാതൊരു സംശയമില്ല. 1948 കാലം മുതൽക്ക് ഇവിടെ RSSൻ്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ 1983, 84 കാലത്ത് ഈ നിലക്കൽ പ്രക്ഷോഭം, അതിനുശേഷമാണ് തിരുവിതാംകൂർ ഭാഗത്തൊക്കെ ഇവർ ശക്തരായത്. അതുപോലെ 1982 ഡിസംബറിൽ നടന്ന 82 അല്ല 83 അല്ല 82 ഡിസംബറിൽ ചാലയിലും മറ്റുമൊക്കെ ഉണ്ടായ ഈ തീവപ്പും കലാപവും സംഘടനകളും, അങ്ങനെയാണ് തിരുവനന്തപുരത്ത് BJP ഒരു പ്രബല ശക്തിയായിട്ട് മാറി. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ സംഭവം, പിന്നെ സ്പീക്കർ ഷംസീർ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ അഭിപ്രായവുമായിട്ട് ബന്ധപ്പെട്ട്, ഇങ്ങനെ ഘട്ടഘട്ടമായിട്ടാണ് ഇത്. ഓരോ സന്ദർഭങ്ങളുണ്ടാകുമ്പോഴും അത് BJPക്കും വിശ്വ ഹിന്ദു പരിഷത്തിനും RSSനും ഒക്കെ രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ ഇപ്പോൾ BJPയെ തടഞ്ഞു നിർത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ ഇത് വേറൊരു തരത്തിലേക്കും പോകും. പിന്നെ തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല. അപ്പോൾ അതിൻ്റെ രീതികൾ മാറും, അതിൻ്റെ ശൈലി മാറും. അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ ആഘാതം ഒട്ടും ചെറുതായിരിക്കുകയില്ല.